തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ സജീവമാക്കാൻ കെപിസിസി നേതൃയോഗത്തിൽ ഭാരവാഹികൾക്ക് നിർദ്ദേശം. പ്രതിപക്ഷ നേതാവ് നയിച്ച മലയോര ജാഥയ്ക്ക് പിന്നാലെ അടുത്ത മാസം നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന തീരദേശ ജാഥയും സർക്കാരിനെതിരെയുള്ള പ്രചാരണ പരിപാടിയാക്കി മാറ്റാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. മുകൾ തട്ടിൽ ഐക്യം, താഴെത്തട്ടിലും ഉറപ്പുവരുത്താൻ ഗ്രൂപ്പ് വ്യത്യാസം മറന്ന് മുതിർന്ന നേതാക്കൾ മുൻകൈ എടുക്കണമെന്നാണ് നേതൃത്വത്തിന്റെ നിർദ്ദേശം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പാക്കേണ്ടത് അനിവാര്യതയായി മാറിയിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുന്നൊരുക്കങ്ങളും സജീവമായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള ബ്ലോക്ക് ഭാരവാഹികൾക്ക് വേണ്ടി നെയ്യാർ ഡാമിലെ രാജീവ് ഗാന്ധി സ്റ്റഡി സെന്ററിൽ ഏപ്രിൽ ആദ്യവാരം സംഘടിപ്പിക്കുന്ന ദ്വിദിന ക്യാമ്പോടെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് ഔദ്യോഗികമായി തുടക്കമാകും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിച്ച മലയോര ജാഥയ്ക്ക് പിന്നാലെ തീരദേശ മേഖലയിലും സ്വാധീനമുറപ്പിക്കാൻ ഏപ്രിൽ 2-ാം വാരം തീരദേശ യാത്രയ്ക്കും ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ലഹരി വിരുദ്ധ പ്രചാരണം സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിലടക്കം സജീവമാകാനാണ് കെപിസിസി ഭാരവാഹികൾക്കും DCC ഭാരവാഹികൾക്കും കോൺഗ്രസ് നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം. സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെ സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ്ങും ഊർജിതമാക്കും. ഡോക്ടർ പി സരിൻ പാർട്ടി വിട്ടതോടെ ഒഴിവുവന്ന ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ തലപ്പത്തേക്ക് കോൺഗ്രസ് നേതൃനിരയിലെ യുവമുഖത്തെ വൈകാതെ പരിഗണിക്കുമെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ഉൾപ്പെടെ നടക്കുന്നതിനാൽ കെപിസിസി ഓഫീസിന്റെ ചുമതലയിലേക്ക് മുതിർന്ന കെപിസിസി ഭാരവാഹിയെ നിയോഗിച്ചേക്കുമെന്നും വിവരമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം.